إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والله الذي أرسل الرياح فتثير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഉൾക്കൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ മഴ ശക്തമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. മഴക്കെടുതിയിൽ ഒരുപാട് പേർ പ്രയാസപ്പെടുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സുരക്ഷയെ മുൻനിർത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ്. വിശ്വാസികളെന്ന നിലയ്ക്ക്, മുഅ്മിനുകളെന്ന നിലയ്ക്ക് ഏത് സന്ദർഭത്തിലായാലും ഏത് വിഷയങ്ങളിലും എന്നതുപോലെ തന്നെ ഓരോ സാഹചര്യത്തിലും അതിൻ്റെതായ നിയമനിർദ്ദേശങ്ങളും പാഠങ്ങളുമൊക്കെ നമ്മുടെ ജീവിതക്രമത്തിനു വേണ്ടി ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. മഴയിലും അതുപോലെ ചില പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. മഴയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ ഒരു ദൃഷ്ടാന്തവും ഒരു നിഅമത്തുമാണ് എന്ന ബോധമാണ്. ഖുർആൻ അതിനെ സൂറത്തുൻ നഹ്ലിൽ അതിന്റെ 65-ാമത്തെ ആയത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യസ്മഊൻ. അല്ലാഹു തആല ആകാശലോകത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നു. നിർജീവമായ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകാരം സജീവമാക്കുന്നു, ജീവനുള്ളതാക്കി മാറ്റുന്നു. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യസ്മഊൻ. കാര്യങ്ങളെ കണ്ടും കേട്ടുമൊക്കെ മനസ്സിലാക്കുന്ന, പ്രത്യേകിച്ച് കേട്ട് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേവലം മഴ പെയ്തു പോവുക എന്നുള്ളതല്ല,
മഴ പെയ്തു തോരുമ്പോഴൊക്കെ, മഴ പെയ്യുമ്പോഴൊക്കെ ഇത് അള്ളാഹുവിന്റെ ഒരു നിഅമത്തായി നമുക്ക് അനുഭവിക്കാൻ കഴിയണേ എന്ന ഒരു തേട്ടം, ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നതാണ്. മഴ പോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, വളരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ. ദുനിയാവിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വെള്ളം പോലെയാണ്. അൻസൽനാഹു മിനസ് സമാ, ആകാശത്തു നിന്ന് മഴ പെയ്യുന്നത് പോലെ. ഫഖ്തലത ബിഹി നബാതുൽ അർള്, ആ മഴ അങ്ങനെ വർഷിപ്പിക്കപ്പെടുമ്പോ, മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോ ഭൂമിയിലുള്ള സസ്യങ്ങളൊക്കെ നന്നായി പച്ച പിടിച്ച് ഒരിക്കലും ഭൂമിയുടെ മുകളിലേക്ക് വരില്ല എന്ന് കരുതിപ്പോയ വിത്തുകൾ വരെ പലപ്പോഴും അത് മുളച്ചു പൊന്തും. നമ്മുടെ കണ്ണിന് വലിയ കുളിർമയുണ്ടാക്കും, വലിയ ആനന്ദം നൽകും അത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഫസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്, ഒരു കാറ്റടിച്ചാൽ നുരുമ്പിപ്പോകുന്ന തരത്തിലേക്ക് ആ വളർന്ന ചെടികളൊക്കെ ഇല്ലാതായി പോകുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ചിലതൊക്കെ നുരുമ്പിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകും. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, അല്ലാഹു തആല ഈ കാര്യങ്ങൾക്കൊക്കെ കഴിവുള്ളവരാണ് എന്ന് ഖുർആൻ ആ ആയത്തിനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. ഒരു കാറ്റടിച്ചാൽ നുരുമ്പിപ്പോകാവുന്ന ഒരു ആയുഷ്യ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഉള്ളൂ. വിരലെണ്ണി തീർക്കാവുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വലിയ സ്വപ്നങ്ങൾ പോലും നമുക്കുണ്ടാകും, പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിയാതെയാണ് പലരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. പാപ്പ മക്കളെ കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങൾ കാണും, പക്ഷെ ഒന്നുകിൽ ആ സ്വപ്നങ്ങൾ കാണാൻ ഭാഗ്യമില്ലാതെ പാപ്പ പോവേണ്ടി വരും, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടാതെ മകൻ യാത്രയാകുന്നു. കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന ഓരോ മരണത്തിലും നമ്മൾ വിലയിരുത്തി അവസാനം എത്തുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയോ സ്വപ്നങ്ങളുമായി ജീവിച്ച മനുഷ്യനായിരുന്നു, പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഒരു മഴ പെയ്ത് സസ്യങ്ങൾ വളർന്ന് കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ ഒന്നുമില്ലാതാകുന്നത് പോലെ, മണ്ണിലേക്ക് തന്നെ മണ്ണടിഞ്ഞു പോകുന്നത് പോലെ മനുഷ്യരായ നമ്മുടെ ജീവിതമൊക്കെ തീരുന്നു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ദുനിയാവിൽ ഒരു പെട്ടെന്നുണ്ടാണ് ഒരു കാഴ്ച പോലെ, അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ദുനിയാവ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത് ശാശ്വതമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നും, മഴ പെയ്യുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് മുളച്ചു പൊന്തുന്ന ഒരു സസ്യങ്ങളെപ്പോലെയാണ് നിങ്ങളുടെ ഈ ജീവനവും ജീവിതവും എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നോക്കൂ, അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെയൊക്കെ സമീപിക്കേണ്ട രീതിയെക്കുറിച്ച് ഖുർആൻ ഇവിടെ പറഞ്ഞു തരാണ്. നോക്കൂ, എത്ര പെട്ടെന്നാണ് ചില സസ്യങ്ങളൊക്കെ വെള്ളം കൂടി ചീഞ്ഞു പോകുന്നു, ചിലത് വെള്ളം കിട്ടാതെ ചീഞ്ഞു പോകുന്നു. അങ്ങനെ ജീവിതത്തിന്റെ പരിക്കുകൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങളൊക്കെ മനുഷ്യരെ പല വിധത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുമെന്ന് ഖുർആൻ നമ്മളെ മഴയുമായി ബന്ധപ്പെടുത്തി ജീവിതത്തെ പറഞ്ഞു തരുന്ന സന്ദർഭങ്ങൾ ഖുർആനിലുണ്ട് എന്നതാണ്. മറ്റൊരിടത്ത് നോക്കൂ, മഴയെ പരാമർശിച്ച ശേഷം മരണശേഷമുള്ള ജീവിതത്തെ ബന്ധപ്പെടുത്തി പറയുന്നതായും നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിച്ചു, വല്ലാഹുല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബ. അള്ളാഹു പറയാൻ, മേഘങ്ങളെ അള്ളാഹു കാറ്റുകൊണ്ടിങ്ങനെ അയക്കും. കാറ്റടിക്കുമ്പോ മേഘങ്ങൾ ഇങ്ങനെ നീങ്ങിപ്പോകും. എന്നിട്ട് വെള്ളം ആവശ്യമുള്ളിടത്തൊക്കെ അള്ളാഹു മേഘത്തെ എത്തിക്കും, എന്നിട്ട് മഴ വർഷിപ്പിക്കും, ഭൂമിയെ അള്ളാഹു തആല സജീവമാക്കും. കദാലിക്കൻ നുശൂർ എന്ന് പറയുന്നുണ്ട്. കദാലിക്കൻ നുശൂർ, ഇതുപോലെ തന്നെ നിങ്ങളെയും ഒരു ദിവസം ഈ മണ്ണിൽ അടിഞ്ഞുപോയി എന്ന് കരുതിയാൽ പോലും നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കദാലിക തുഖ്റജൂൻ, നിങ്ങളെ മണ്ണിൽ നിന്ന് അല്ലാഹു തആല പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ മറ്റൊരിടത്തും അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് നിർജീവമായ ഒരു ഭൂമിയിൽ അടിയിൽ കിടന്ന ഒരു വിത്ത് മുളച്ച് പൊങ്ങി അത് വീണ്ടും മണ്ണടിഞ്ഞു പോയതിനു ശേഷം അതിനെ വീണ്ടും മുളപ്പിക്കാൻ, അതിന്റെ കതിരുകൾ പൊട്ടിമുളപ്പിക്കാൻ, അതിൽ നിന്ന് പുതിയ തൈകൾ മുളപ്പിക്കാനൊക്കെ അള്ളാഹ്ക്ക് കഴിയുന്നത് പോലെ നിങ്ങളുടെ മരണശേഷം നിങ്ങളെ അള്ളാഹു വീണ്ടും പുനരുജ്ജീവിപ്പിക്കുമെന്ന് അള്ളാഹു തആല നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മഴ ഒരു അത്ഭുതമാണ്, ഒരു അനുഗ്രഹമാണ്. ചിലപ്പോൾ മഴ നമുക്ക് വല്ലാത്ത പാഠങ്ങൾ പകർന്നു നൽകും. ഒരുപാട് പരീക്ഷണങ്ങൾ മഴ നമുക്ക് അനുഭവിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മഴയുടെ ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് എന്ന് ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നനഞ്ഞു തീർത്ത ഓരോ മഴക്കാലവും നമ്മുടെ മനസ്സിലുണ്ടാവും. മഴ പലപ്പോഴും നമുക്കൊരു കുളിരാണ്, ഒരു തണുപ്പാണത്. നമ്മൾ മഴ കൊണ്ടതിനെ കുറിച്ച് നമുക്ക് വല്ലാത്ത ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. മഴയില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതം തളിർക്കാൻ
തളിർക്കാൻ കഴിയോ? ഇല്ല. അതിനെ ഒന്ന് പൊട്ടിമുളപ്പിക്കാൻ കഴിയില്ല. അത് പൂക്കുകയില്ല, കായ്ക്കുകയില്ല. മഴയില്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതം തന്നെ അസ്തമിച്ചു പോകും. ഇവിടുത്തെ മറ്റു ജീവജാലങ്ങളുടെയും സസ്യലതാദികളുടെ പോലെ മാത്രമല്ല, നമ്മളത് ഏറ്റവും കൂടുതൽ ദുസ്സഹമാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമാണ് മഴയും വെള്ളവും എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അനുഗ്രഹമായി നമുക്ക് മഴ നമ്മുടെ മുമ്പിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. കണ്ണീരായി മഴ നമ്മിലേക്ക് പെയ്തിറങ്ങിയിട്ടുണ്ട്. മുമ്പ് കാലങ്ങളിലൊക്കെ അതിന്റെ വലിയ ദുരിതങ്ങൾ നമ്മൾ പലരും അനുഭവിച്ചിട്ടുമുണ്ട്. മഴയുടെ കാലവും അളവും തെറ്റിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം തന്നെ തെറ്റുമെന്നതാണ് യാഥാർത്ഥ്യം. മഴ കാലം തെറ്റി പെയ്താൽ, അളവ് കൂടുതലായാൽ, അത് മറ്റേ കുറഞ്ഞു പോയാലൊക്കെ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മഴയെപ്പറ്റി ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണത് പെയ്യുന്നത്? ശാസ്ത്രീയമായി അതിന്റെ ഒരുപാട് നിരീക്ഷണങ്ങളുണ്ട്. ഖുർആൻ അത് വളരെ കാലം മുന്നേ വളരെ കൃത്യമായി അതിന്റെ ഒരു ക്രമത്തെപ്പറ്റി നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമ. മേഘത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ചലിപ്പിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മേഘം ഇങ്ങനെ നീങ്ങിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും നോക്കി നിൽക്കാറുണ്ട്. ആ മേഘങ്ങളെ പരസ്പരം അതിന്റെ ചീന്തുകളായി ചെറിയ ചെറിയ മേഘങ്ങളെ അല്ലാഹു തആല വലിയ മേഘങ്ങളാക്കി കൂട്ടി യോജിപ്പിക്കുന്നതിന് നിങ്ങൾ കാണുന്നില്ലേ? സുമ്മ യജ്അലുഹു റുകാമ, അതിനെ അല്ലാഹു തആല വലിയ ഖനമുള്ളതാക്കി മാറ്റുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബർദിൻ. അങ്ങനെ അല്ലാഹു തആല അതിൽ നിന്ന് കുത്തിയൊലിപ്പിക്കുന്ന വെള്ളത്തെ താഴേക്ക് വർഷിപ്പിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വലിയ കനമുള്ള തണുപ്പുള്ള ആലിപ്പഴം പോലെയുള്ള ആലിപ്പഴം വീഴുന്ന സന്ദർഭങ്ങളെ പോലെ മഴ നിങ്ങളിലേക്ക് പെയ്തിറങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ്. ഫയുസീബു ബിഹി മൻ യശാ, അല്ലാഹു തആല അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു. വയസ്രിഫുഹു അൻ മൻ യശാ, ചിലരിൽ നിന്ന് അല്ലാഹു തആല അത് നീക്കിക്കളയുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള മിന്നലൊക്കെ ഇടിയും മഴയും ഒക്കെയായി നിങ്ങളിലേക്ക് പെയ്തുറങ്ങുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. മഴ വലിയൊരു അനുഭവമായിട്ട് ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ മാറുന്ന സന്ദർഭങ്ങളെ കുറിച്ച് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് മഴ എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു ശാസ്ത്രീയമായ സാധനം മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തവും നിഅമത്തുമായി നമ്മിലേക്ക് നമുക്ക് വേണ്ടി അല്ലാഹു തആല തയ്യാറാക്കിയ ഒരു വലിയ ഒരു അനുഗ്രഹമാണ് മഴ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മഴവെള്ളം പരിശുദ്ധമാണ് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. അത് അനുഗ്രഹീതമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നിലനിൽപ്പിനത് വേണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് വലിയ ആശ്വാസവും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയ സഹായവുമായി വരുന്നത് കൂടിയാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ബദർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, വെള്ളമില്ലാതെ വിഷമിച്ചു, വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ ഉണ്ടായി. ഒന്ന് ഉറങ്ങിയെണീറ്റാൽ ഒന്നുകൂടി ഫ്രഷ് ആവേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചിലപ്പോൾ മഴ അങ്ങനെയായിരിക്കും, നമ്മിലേക്ക് പെയ്തിറങ്ങുന്ന വലിയൊരാശ്വാസമായി ഒരു വലിയ സഹായമായിട്ടായിരിക്കും മഴ ചിലപ്പോ നമ്മിലേക്ക് പെയ്തിറങ്ങുന്നത്. ഇത് ഇല്ലാതായാൽ അതിന്റെ ഗൗരവത്തെയും ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ആകാശത്തിന്റെ മേഘപാളികൾക്കിടയിൽ നിന്ന് നാം ആണോ അതോ നിങ്ങളാണോ അതിനെ വർഷിപ്പിക്കുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ലൗ നശാഉ ജഅൽനാഹു ഉജാജാ ഫലൗലാ തശ്കുറൂൻ, അതിനെ അല്ലാഹു തആല വറ്റിച്ചു കളഞ്ഞാൽ, ഉപ്പ് രസമുള്ളതാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് കുടിക്കുക? സമുദ്രത്തിൽ നിന്നാണ് ധാരാളം വെള്ളം നീരാവിയായി ആകാശമേലാപ്പിലേക്ക് ഉയർന്നു പോകുന്നത്. പക്ഷേ അത് തിരിച്ചു പെയ്തിറങ്ങുമ്പോ അതിന്റെ ഉപ്പിന്റെ അംശമില്ലാതെ നമുക്ക് കുടിനീരായി കിട്ടുന്നുണ്ട്. ഭൂമിയിൽ തങ്ങി നിൽക്കുന്ന വെള്ളം നമ്മൾ കിണറായി അത് കുഴിച്ചെടുത്ത് കുടിക്കുമ്പോ ഉപ്പിന്റെ രുചിയില്ലാത്ത വെള്ളം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നത്, അത് മുഴുവൻ ഉപ്പ് രസമുള്ളതാക്കിയിരുന്നെങ്കിൽ നിങ്ങളുടെ കഥ എന്താകുമായിരുന്നു എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഫലൗലാ തശ്കുറൂൻ, എന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ,
ഈ വെള്ളം വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് കുടിനീരായി ഇതിനെ കൊണ്ടുതരിക എന്ന് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്. നമ്മുടെ കിണർ വറ്റി, എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ആഴത്തിൽ കുഴിച്ചു നോക്കും, എന്നിട്ടും വെള്ളം കിട്ടിയില്ല, എന്ത് ചെയ്യും? ആര് കൊണ്ടുവരും കുടിനീരെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ ജലാശയങ്ങൾ, തണ്ണീർത്തടങ്ങൾ ഒക്കെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഇത് വറ്റിപ്പോയാൽ അള്ളാഹു അല്ലാതെ വേറൊരിടത്തു നിന്നും നിങ്ങൾക്കതിന് സാധ്യമല്ല എന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ മഴ വർഷിപ്പിക്കാൻ കഴിയൂ എന്ന് ഉറച്ച് നമ്മൾ വിശ്വസിക്കുകയും അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ചില ഔലിയാക്കളുടെ കറാമത്തുകൾ എപ്പോ ചോദിച്ചാലും മഴ പെയ്യിക്കാൻ കഴിയുമെന്നതാണ് എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചില സിദ്ധന്മാരും ചില തങ്ങന്മാരും ചില മഹാന്മാർക്കുമൊക്കെ ചോദിക്കുമ്പോൾ മഴ നൽകും, നിങ്ങൾ ചോദിക്കുന്നത് എന്തും സാധ്യമാകും, അങ്ങനെ ചില ശൈഖന്മാരുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുമ്പോ ആരാണ് മഴ വർഷിപ്പിക്കാൻ കഴിയുന്നവരെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ നിന്ന് തികച്ചും വേറിട്ട ഒരു വിചാരം, ഒരു വിശ്വാസം നമുക്കുണ്ടായാൽ അത് അള്ളാഹുവിന്റെ അഖീദയിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പങ്കുചേർക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെ പോലെ മഴ പെയ്യിക്കാൻ വേറൊരു ഔലിയക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ, വേറൊരു ശൈഖിന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ, വേറൊരു സിദ്ധന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ, വേറെ ഏതെങ്കിലും ശക്തിക്കോ വ്യക്തിക്കോ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഒന്ന് കരുതിയാൽ മതി, നമ്മുടെ വിശ്വാസം പിഴവിലായി പോകുമെന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വേറൊരാൾക്കും മഴ പെയ്യിക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ തന്നെ നമ്മളോട് ചോദിക്കാണ്. ഇത് പറ്റിപ്പോയാൽ ആര് കൊണ്ടുവരും? ഇത് അധികമായി പോയാൽ ആരിതിനെ നിയന്ത്രിക്കും? അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ എന്ന് കൃത്യമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ അവർക്ക് പലപ്പോഴും മഴയില്ലാതെ വിഷമിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹാബാക്കളൊക്കെ വരും, റസൂലുള്ളാഹിനോട് ആവലാതി പറയും, പ്രിയ റസൂലേ, അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങൾ മഴയില്ലാതെ വിഷമിക്കുന്നു. പ്രിയ റസൂലേ, മഴ അല്പം അധികമായി പോയി, ഒന്ന് മഴ നിയന്ത്രിക്കാൻ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും. ഈ സന്ദർഭങ്ങളെ പലപ്പോഴും പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. റസൂലായിരുന്നു ഞങ്ങൾക്ക് തവസ്സുൽ നടത്തിയിരുന്നത്, ഞങ്ങളുടെ ഇടയിൽ റസൂലാണ് ഇടയാളനായിരുന്നിരുന്നത്, എന്നിട്ട് റസൂൽ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ തവസ്സുലിന് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുമൊക്കെ ഇടതേടാനുമൊക്കെയുള്ള തെളിവായി പലപ്പോഴും ഈ സന്ദർഭങ്ങളെ പലരും ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവലാതി ബോധിക്കും. അതിന് തെറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന്. അതൊരു തെറ്റായ കീഴ്വഴക്കല്ല, നമുക്കത് പറയാവുന്നതാണ്. ഒരാൾ ഹജ്ജിനും ഉംറക്കും ഒക്കെ പോകുമ്പോ എന്റെ കാര്യം ഒന്ന് പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറയുന്നത് പോലെ അവരും റസൂലിനോട് പറഞ്ഞു. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് പ്രാർത്ഥിച്ചത്? മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മഹാന്മാരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മക്കയിലും മദീനത്തുമൊക്കെ മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഖബറിന്റെ അടുത്ത് ചെന്ന് പ്രത്യേകം അവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിലൊക്കെ അല്ലാഹുമ്മ അല്ലാഹുമ്മ അല്ലാഹുമ്മ, അല്ലാഹുവേ 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 എന്നുള്ള വിളിയല്ലാതെ പ്രിയപ്പെട്ടവരെ ഒന്നും കാണൂല. അള്ളാഹ്ക്കും നമുക്കുമിടയിൽ ഒരിടയാളനെയും ആവശ്യമില്ലാത്ത വിധം വളരെ കൃത്യവും വ്യക്തവുമായാണ് ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത്. അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിൽ വീണുപോയാൽ, അതിൽ തെറ്റിദ്ധരിച്ച് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കളഞ്ഞു കുളിച്ചാൽ പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ അവകാശികളായി നമ്മൾ മാറും, നമ്മുടെ അഖീദ പൊളിഞ്ഞു പോകും എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഒരിക്കൽ മഴയ്ക്ക് വലിയ ക്ഷാമമുണ്ടായി, പ്രയാസമുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പിതൃവ്യരുമായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയാറുണ്ടായിരുന്നു, അല്ലാഹുവിന്റെ റസൂലേ, മഴയില്ല, പ്രയാസാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇമാമായി നിൽക്കണേ, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന്. ഇന്ന് റസൂൽ ഞങ്ങളുടെ കൂടെയില്ല, റസൂലുള്ള വഫാത്തായി പോയി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കൊന്നു വേണ്ടി പ്രാർത്ഥിക്കണേ, ഇമാമായി നിന്ന് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കണേ, ദുആ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഹദീസിൽ തന്നെ കാണാം അദ്ദേഹം എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്ന്. അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് വിളിച്ചാണ് മഴയ്ക്ക് വേണ്ടി അവർ തേടിയിരുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഏതെങ്കിലും ഔലിയാക്കൾക്ക് കഴിയുന്ന കഴിവല്ല, ഏതെങ്കിലും ബീവിമാർക്ക് കഴിയുന്ന കഴിവല്ല. ആര് വിചാരിച്ചാലും അതിന്റെ അളവ് കൃത്യമായി എങ്ങനെ പെയ്യണമെന്ന് അള്ളാഹ് കണക്കാക്കിയതുപോലെ തന്നെ ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുമെന്നതാണ്. കാലാവസ്ഥാ പ്രവചനങ്ങളെ കുറിച്ച് നമുക്കറിയാം. പലപ്പോഴും നമ്മുടെ അനുഭവങ്ങൾ, ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ, ഏകദേശം മേഘപാളികളുടെ ഒക്കെ കണക്കും കനവും ഒക്കെ നോക്കി നമ്മുടെ
നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും അത് പ്രവചിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും പെയ്യാൻ ഉദ്ദേശിച്ച സന്ദർഭത്തിൽ നമുക്ക് മഴ കിട്ടാറുണ്ടോ? അല്ലെങ്കിൽ ഇത്ര അളവിലാണ് പെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും കിട്ടാറുണ്ടോ? അല്ലെങ്കിൽ കുറയുമെന്ന് പറഞ്ഞാൽ കൂടുതൽ കിട്ടാറില്ലേ? ഇതൊക്കെ നിഗമനങ്ങൾ മാത്രമാണ്. ഇതിന്റെ കൃത്യമായ എല്ലാ അദൃശ്യമായ വിവരങ്ങളും അള്ളാഹുവിന്റെ ഖജനാവിലാണ് എന്ന് ഉറച്ച് നമ്മൾ വിശ്വസിക്കുകയും അതിൽ അള്ളാഹുവിലേക്ക് മടങ്ങുകയുമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത്. ഖുർആൻ പറഞ്ഞു, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്തിൽ നമ്മോട് പറയാൻ, ഈ ഭൂമിയെ അല്ലാഹു തആല നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നില്ലേ എന്നാണ്. വാസയോഗ്യമാക്കി ഒരു വിരിപ്പ് പോലെ നിങ്ങൾക്ക് ജീവിതത്തിന് ആവശ്യമായ തരത്തിൽ രൂപപ്പെടുത്തി തന്നില്ലേ? വസ്സമാഅ ബിനാഅ, ആകാശത്തിന് ഒരു മേൽക്കൂരയാക്കി ഒരു എടുപ്പാക്കി നിർത്തി തന്നില്ലേ? വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നില്ലേ? ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ഈ മഴ വർഷിപ്പിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ ഭൂമിയിൽ നിന്ന് അല്ലാഹു തആല മുളപ്പിച്ചു തന്നത് എന്ന് ഖുർആൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നു. എന്നിട്ട് അല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം, ഇതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, നിങ്ങൾ ഒരിക്കലും ഇത്തരം വിഷയങ്ങളുടെയൊക്കെ പേരിൽ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്നാണ്. അള്ളാഹ്ക്ക് പങ്കുകാരെ ഉണ്ടാക്കരുത്. അള്ളാഹിനെ പോലെ ഞങ്ങൾക്കും ചില ആൾക്കാർക്കൊക്കെ കഴിയുമെന്ന് പറയരുത്. ഇതൊക്കെ അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് കൃത്യമായി ഖുർആൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസപരമായ കുറെ ഘടകങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൂടി പ്രിയപ്പെട്ടവരെ ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, മഴ പലപ്പോഴും പരീക്ഷണമാകാം. ചില സന്ദർഭങ്ങളൊക്കെ ശിക്ഷയായുമൊക്കെ മഴ വർഷിപ്പിക്കപ്പെട്ട ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം, ഒരു പ്രളയമായി വല്ലാത്ത പ്രയാസപ്പെട്ട് ഒരു സമൂഹം ഒന്നടങ്കം നശിപ്പിക്കപ്പെട്ട സംഭവം തോരാതെ പെയ്ത മഴ കാരണം ഉണ്ടായി എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. മറ്റൊന്ന്, സബഅ ഗോത്രത്തിൽ സമൃദ്ധിയുമായി അവർ ജീവിച്ചപ്പോ അവരുടെ മനോഹരമായ തോട്ടങ്ങളിലേക്ക് അവർ തന്നെ ഉണ്ടാക്കിയ മാരിബ് വെള്ളക്കെട്ട് പൊട്ടിത്തകർന്നുപോയി, ഒരു അണക്കെട്ട് പൊട്ടിത്തകർന്നുപോയി. മഴ കാരണം ഇല്ലാതായി ഒരു നാട് തന്നെ ഇല്ലാതായി പോയ വലിയ ദുരന്തവും ദുരിതവും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന സബഅ ഗോത്രത്തിന്റെ ചരിത്രം സൂറത്ത് സബയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വർഗ്ഗരതിയുമായി ബന്ധപ്പെട്ടവർക്കുള്ള ശിക്ഷ പറഞ്ഞപ്പോ ചരൽ മഴ വർഷിപ്പിച്ചു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മഴകൾ പല രൂപത്തിൽ ഉണ്ടായേക്കാം. ഒരുപാട് നിഅമത്ത് തന്നെയാണ് നമുക്കത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ മനുഷ്യരുടെ ദുർനടപ്പും തോന്നിവാസവും അള്ളാഹുവിൽ നിന്നുള്ള തവക്കുലും ഒക്കെ നഷ്ടപ്പെടുമ്പോ, അള്ളാഹുവിന് സമന്മാരെയൊക്കെ ഉണ്ടാക്കി നടക്കുന്ന പ്രവണതകളൊക്കെ വർദ്ധിപ്പിക്കുമ്പോ, നമ്മുടെ അധാർമികമായ പ്രവർത്തനങ്ങളൊക്കെ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോ മഴയെ ഒരു പരീക്ഷണമാക്കി, ചിലപ്പോഴൊക്കെ ഒരു ശിക്ഷയാക്കി നമ്മിലേക്ക് വരുത്താൻ കഴിവുള്ളവനാണ് അള്ളാഹ് എന്ന് നമ്മളോട് പഠിപ്പിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാവുക, അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക, നന്നായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ മുഹറത്തിന്റെ സന്ദർഭങ്ങളിലാണ് നമ്മളുള്ളത്. അതിന്റെ പവിത്രത മുൻനിർത്തി നമ്മുടെ അമലുകൾ നന്നാക്കുക, ജീവിതം കൂടുതൽ നന്നാക്കുക, സുന്നത്തുകൾ ധാരാളമായി ചെയ്യുക, ദാനധർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിന്റെ മഴ നമ്മുടെ മേൽ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഴ പെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ പെയ്യുമ്പോൾ അത് ഉപകാരമുള്ള മഴയാക്കി തരയണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ലളിതമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. പടച്ചവനെ, ഞങ്ങൾക്ക് ഉപകാരമുള്ള മഴ നീ വർഷിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയും നമ്മൾ നമ്മുടെ ഈ സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. മറ്റൊന്ന്, നമ്മൾ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകളാണ്. സർക്കാർ തലത്തിലൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ പാലിക്കുക എന്നുള്ളത്
ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെയൊക്കെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന സന്ദർഭങ്ങൾ, വെള്ളക്കെട്ടുകൾ, അത്തരം സന്ദർഭങ്ങളിലേക്കൊക്കെ പോകാതിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. രോഗങ്ങളൊക്കെ മഴക്കാലത്തൊക്കെയുള്ള രോഗങ്ങൾ പ്രത്യേകം പകരാനൊക്കെ സാധ്യതയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വിവരം കിട്ടുമ്പോൾ അതൊക്കെ നമ്മൾ കരുതുകയും അതില്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പങ്കാളികളാവുകയും ചെയ്യേണ്ടതുണ്ട്. രോഗങ്ങൾ വ്യാപകമാകാതിരിക്കാൻ, അത് പകരാതിരിക്കാൻ, അത് വരാതിരിക്കാനൊക്കെയുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഭക്ഷണമൊക്കെ പ്രത്യേകിച്ചും ഹോംലി ഫുഡ് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണം കഴിക്കുകയും ഭക്ഷണപാത്രം തുറന്നിടാതെ അത് അടച്ചു വെക്കണം എന്നൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകളിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഈ സന്ദർഭങ്ങളിലൊക്കെ അത് നമ്മൾ ചെയ്യുക. വൃത്തിയും വെടിപ്പോടുകൂടി നമ്മുടെ വീടും ശരീരവും നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ സൂക്ഷിക്കുക. അഴുക്കുകളും മാലിന്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കുക. നമ്മളെ വീട്ടിലുള്ള മാലിന്യങ്ങൾ അടുത്ത പറമ്പിലേക്ക് എറിയാതിരിക്കുക. അതുപോലെ തന്നെ ജലാശയങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്ന ജലാശയങ്ങളിലേക്കൊക്കെ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞാലുണ്ടാകുന്ന അപകടങ്ങൾ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വാർത്ത നമ്മൾ കേട്ടല്ലോ, ഒരാളുടെ മരണത്തിന് കാരണമായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ബോധപൂർവം മനുഷ്യർ ഇതൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉപേക്ഷിച്ചു പോകും. അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യാനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, മഴക്കാലത്തായാലും ഒരുപാട് വീടുകളിൽ പട്ടിണിയാണ് പ്രിയപ്പെട്ടവര്. പലരും ജോലിക്ക് പോകാൻ കഴിയാതെ കുടുംബനാഥന്മാരൊക്കെ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവരൊക്കെ എങ്ങനെ കഴിയുന്നു എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത്തരം പ്രയാസപ്പെടുന്നവരെയൊക്കെ സഹായിക്കാൻ കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേകമായ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ തൊട്ടടുത്തുള്ള ഒട്ടുപാറ സിയാങ്ങണ്ടത്തുള്ള ഒരു സ്ത്രീ, ഒരു സഹോദരി ഇഖ്റ ഹോസ്പിറ്റലിൽ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ ചികിത്സയിലാണ്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ബന്ധപ്പെട്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ രോഗത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവർക്ക് അല്ലാഹു തആല ആഫിയത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകം എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മഴക്കാലത്തിന്റെ എല്ലാ കെടുതികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും ഒക്കെ നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ, اللهم ادخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.